വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളം. എവരും ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നലെ ഡബിൾ ധമാക്കിയായിരുന്നു ISL. രണ്ട് മത്സരങ്ങളുണ്ടായിരുന്നു. ആദ്യ മത്സരം നോർത്ത് ഈസ്റ്റ് ബംഗാളുമായിട്ടായിരുന്നു. നോർത്ത് ഈസ്റ്റിന് ഒരു വിജയം സ്വന്തമാക്കാൻ സാധിച്ചു. അത് ഒരു വലിയ ഗോളിൻ്റെ വിജയം തന്നെയായിരുന്നു. 3-2 എന്ന സ്കോറിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വിജയിച്ച് കയറാൻ സാധിച്ചു ഇന്നലത്തെ മത്സരത്തിൽ. അതും സൂപ്പർ കപ്പ് അടിച്ചിട്ടുള്ള, ഇപ്പോൾ കഴിഞ്ഞ സൂപ്പർ കപ്പ് അടിച്ചിട്ടുള്ള ശക്തരായ നോർത്ത് ഈസ്റ്റിനെയാണ് അവർ പരാജയപ്പെടുത്തിയതെന്ന് കാര്യത്തിലൊരു സംശയമില്ല. അവരിപ്പോൾ 6ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. നോർത്ത് ഈസ്റ്റിന് വേണ്ടി ആദ്യ പകുതിയിൽ സ്കോർ ചെയ്തത് ടോമി ജെറിറ്റും ലെസ്റ്ററുമായിരുന്നു. ഇരുവരും സ്കോർ ചെയ്തത് ഫസ്റ്റ് ഹാഫിലായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ടോമി ജെറിറ്റ് തന്നെ വീണ്ടും സ്കോർ ചെയ്യുകയായിരുന്നു 66ാം മിനിറ്റിൽ. അതോടുകൂടി നോർത്ത് ഈസ്റ്റ് 3-2 എന്ന സ്കോറിൽ വിജയിച്ച് കയറുകയായിരുന്നു. ഈസ്റ്റ് ബംഗാളിന് വേണ്ടി ഗോൾ നേടിയതാരാണെന്ന് നോക്കുകയാണെങ്കിൽ നന്ദകുമാറും അതുപോലെ തന്നെ ഫെലിക്സിയോ ബ്രൗൺ എന്ന് പറയുന്ന ഈസ്റ്റ് ബംഗാളിൻ്റെ പുതിയ താരം. ഈസ്റ്റ് ബംഗാൾ ഈ ജനുവരി വിൻഡോയിൽ സൈൻ ചെയ്ത പുതിയ താരമാണ്. അദ്ദേഹം ആദ്യമായിട്ടാണ് കളിക്കാൻ ഇറങ്ങുന്നത്. സെക്കൻഡ് ഹാഫിൽ ആദ്യമായി കളിക്കാൻ ഇറങ്ങി 2 മിനിറ്റിനുള്ളിൽ തന്നെ അദ്ദേഹം ഗോൾ സ്കോർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ 2-3 എന്ന സ്കോറിൽ നോർത്ത് ഈസ്റ്റ് ഇന്നലത്തെ മത്സരം വിജയിച്ചു. രണ്ടാം മത്സരം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് വേഴ്സസ് ഹൈദരാബാദ് FC ആണ്. എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവും മോഹൻ ബഗാൻ ജയിക്കുമെന്ന്. ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്. അതുപോലെ തന്നെ നടന്നു. കാരണം നോർത്ത് ഈസ്റ്റ് ഹൈദരാബാദ് ഈ പ്രാവശ്യം വലിയ ശക്തരല്ല. പക്ഷേ ഹൈദരാബാദിനെ നമ്മൾ കൈയടിക്കേണ്ട ഒരു നിമിഷം തന്നെയുണ്ട്. ഹൈദരാബാദ് ഇത്രയും മത്സരം തോറ്റു എന്ന് പറഞ്ഞാലും ഹൈദരാബാദ് ഇപ്പോൾ അല്ലെങ്കിൽ ഇന്നലെ കളിച്ച ടീം എന്ന് പറയുന്നത് ഫുൾ ഇന്ത്യൻ താരങ്ങളാണ്. അതും യങ് ഇന്ത്യൻ താരങ്ങൾ. ഒരു ഇൻ്റർനാഷണൽ താരം പോലും ഇല്ല. അതായത് ഇപ്പം പ്രീതം കോട്ടാൽ, ആകാശ് മിശ്ര, അങ്ങനത്തെ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട അങ്ങനത്തെ മെയിൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു താരവും ഇല്ല. ഫുള്ളി യങ് താരങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ വെച്ച് കളിച്ചിട്ട് പോലും നല്ലൊരു കളി കാഴ്ചവെക്കാൻ ഇന്നലെ ഹൈദരാബാദിന് സാധിച്ചു. അതിനൊരു നല്ലൊരു കൈയ്യടി തന്നെ ഇന്നലെ കളിച്ചവർക്ക് എല്ലാവർക്കും കൊടുക്കേണ്ടതുണ്ട്. ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കുന്നു. ഇന്നലെ മോഹൻ ബഗാൻ 2-0 എന്ന സ്കോറിലായിരുന്നു ഇന്നലെ വിജയിച്ചിരുന്നത്. അവർക്ക് വേണ്ടി ഗോൾ സ്കോർ ചെയ്തതെന്ന് പറയുന്നത് ദീപക് താങ്കരി അല്ല, അനിരുദ്ധ് താപ്പയും ജസ്റ്റിൻ കമ്മിൻസിനുമായിരുന്നു ഇന്നലെ ഗോൾ സ്കോർ ചെയ്തത്. ഇരുവരുടെയും ഗോൾ ഫസ്റ്റ് ഹാഫിലായിരുന്നു. അനിരുദ്ധ് താപ്പ നേടിയത് 12ാം മിനിറ്റിലും ജസ്റ്റിൻ കമ്മിൻസൺ നേടിയത് 45ാം മിനിറ്റിലുമായിരുന്നു. ഫസ്റ്റ് ഹാഫിലായിരുന്നു ഇരുവരുടെയും ഗോൾ ഉണ്ടായിരുന്നത്. എന്തായാലും ഇന്നലത്തെ ഈ 2 മത്സരങ്ങളും ഹോം അഡ്വാൻറ്റേജ് ഇരു ടീമുകളും യൂസ് ചെയ്ത കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും നാളെയാണ് ബ്ലാസ്റ്റേഴ്സ് മത്സരം. അതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ നാളെ രാവിലെ വരുന്നതായിരിക്കും. എല്ലാവരും വെയിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾട്ടൊക്കെ ഇതുള്ള ഇന്ത്യൻ ഫുട്ബോൾ അപ്ഡേറ്റുകൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇന്നത്തെ മത്സരത്തെക്കുറിച്ചുള്ള അഭിപ്രായ നിർദ്ദേശം കമൻറ്റ് അറിയപ്പെടുക. താങ്ക്സ് ഫോർ വാച്ചിങ്.